ഇപ്പോൾ 24-ന്റെ ജനകീയ യാത്ര അത് ലഹരിക്കെതിരെയാണ്, അക്രമത്തിനെതിരെയാണ്. SK നയിക്കുന്ന കേരള യാത്രയാണ്. അതിന്റെ ഭാഗമായുള്ള വാഹന ജാഥ അത് നടക്കുകയാണ്. അതിലേക്കാണ് തത്സമയം കവടിയാറിൽ നിന്നാണ് റാലിക്ക് തുടക്കമായത്. ആയിരക്കണക്കിന് പേർ ഈ ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്, റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, അങ്ങനെ വാഹന റാലിക്ക് തുടക്കമായിരിക്കുന്നു. ഒട്ടേറെ പേർ ഇതിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനുജ, ഏതാണ്ട് 20 മിനിറ്റ് മുൻപാണ് തിരുവനന്തപുരം കവടിയാറിൽ നിന്ന് നമ്മൾ ഈ റാലി ആരംഭിക്കുന്നത്. അതായത് SKN40 എന്ന പ്രധാനപ്പെട്ട 24-ന്റെ SKന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി. ആ പരിപാടിയുടെ ഉദ്ഘാടനം അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ, സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കും. അതിന് മുന്നോടിയായി യുവജനങ്ങളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന റാലി, ആ റാലി ഇപ്പോൾ കവടിയാറും രാജ്ഭവനും വെള്ളയമ്പലവും ഒക്കെ കടന്ന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലേക്ക് കടക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി ഏതാണ്ട് കുറച്ച് മീറ്ററുകൾ മാത്രമാണ് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലേക്ക് എത്താൻ. അവിടെ 100 അമ്മമാർ നമ്മളെ കാത്തിരിപ്പുണ്ട്. SKN40യുടെ ആ സംസ്ഥാനമൊട്ടാകെയുള്ള ആ യാത്രയുടെ പ്രചരണ യാത്ര, അല്ലെങ്കിൽ ആ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഇന്നത്തെ സംസ്ഥാനതല ഉദ്ഘാടനമാണ്. അതിലടക്കം നമ്മൾ ഈ യാത്രയിലുടനീളം നമ്മൾ ഉയർത്തുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് 2 തരം സന്ദേശം. ഒന്ന്, എന്റെ കേരളം എന്റെ അഭിമാനം. രണ്ടാമത്തേത്, വേണ്ട അതിക്രമം വേണ്ട ലഹരി എന്നുള്ളതാണ്. കഴിഞ്ഞ 2-3 മാസക്കാലം നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. കേരളത്തിന്റെ സാമൂഹിക അവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കുള്ള ചില ഇടപെടലുകൾ, ചില പ്രവണതകൾ, ചില കൊലപാതകങ്ങൾ, കുടുംബത്തിനുള്ളിൽ പോലും നമ്മൾ സുരക്ഷിതരല്ല എന്ന തോന്നൽ ഉണ്ടാക്കും വിധത്തിലുള്ള ചില പെരുമാറ്റങ്ങൾ, ചില സംഭവ വികാസങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടു. അതടക്കമുള്ള കാര്യങ്ങളെ ചലഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതടക്കമുള്ള ചലഞ്ചുകളെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ യാത്ര കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്ന കാര്യം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ SKന്റെ നേതൃത്വത്തിൽ 24 സംഘം സഞ്ചരിക്കും. അല്പസമയം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി SKN സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി നമ്മൾ നേരിടേണ്ട ഒരു വിപത്ത്, ആ വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ 24ന്റെ പങ്കിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ ഏത് വിധത്തിലായിരിക്കണം സർക്കാരിനെ സഹായിക്കേണ്ടത് എന്നുള്ള ടിപ്പ് കൂടി മുഖ്യമന്ത്രി നൽകി. മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, യാത്രയുടെ അവസാനം ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം സർക്കാരിന്. അതുതന്നെയാണ് നമ്മളും ലക്ഷ്യം വെക്കുന്ന കാര്യം. അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ SKനും പറഞ്ഞ കാര്യം അതാണ്. അതായത് ഈ യാത്ര അവസാനിക്കുമ്പോൾ ഈ യാത്രയിലുടനീളം നമ്മൾ കണ്ട കാഴ്ചകൾ, നമ്മൾ കേട്ട അനുഭവങ്ങൾ എങ്ങനെ തിരുത്തണം, കേരളം എങ്ങനെ മാറണം എന്നടക്കമുള്ള കാര്യങ്ങൾ അത് ലക്ഷ്യം വെച്ചുകൊണ്ട്, അത് കണ്ടുകൊണ്ട് നമ്മളൊരു സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കും. ഇപ്പോൾ SKN40യുടെ വളരെ പ്രധാനപ്പെട്ട റാലി, സന്ദേശ റാലി, അത് നമ്മളുടെ ഉദ്ഘാടന വേദിയായ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലേക്ക് കടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ SKനെ സ്വീകരിക്കാൻ, അതല്ലെങ്കിൽ നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി ആളുകളുണ്ട്, നിരവധി അമ്മമാർ ഉൾപ്പെടെ നമ്മൾക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഉദ്ഘാടന വേദിയിലേക്ക് ആവേശപൂർവ്വം നമ്മൾ കയറുകയാണ്. ഇവിടെ ആ ഉദ്ഘാടന വേദിയിലേക്ക് നമ്മൾ കയറുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലേക്ക് നമ്മൾ എത്തുന്നു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഉദ്ഘാടന പരിപാടിയാണ്. ആ ഉദ്ഘാടന പരിപാടിയിൽ സ്വാഭാവികമായി ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു ആഘോഷം എന്നതിനപ്പുറത്തേക്ക് അതൊരു സന്ദേശമായി മാറ്റാൻ വേണ്ടിയിട്ടാണ് 100 അമ്മമാർ. അതായത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കേട്ട വാർത്തകളിലെ അമ്മമാരടക്കം പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ഈ പിന്നിൽ കാണുന്ന അതിവിപുലമായിട്ടുള്ള, കാണുന്ന ഈ വലിയ നിര, അത് ഒരു യൂത്തിന്റെ അഡ്രസ്സിംഗ് ആണ്. അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടതാണ്. ഈ ലഹരി എന്ന് പറയപ്പെടുന്ന വിപത്തിനെതിരെ പോരാടാൻ മനസ്സുകൊണ്ട് അവർ തയ്യാറാണ്. ഒരേ മനസ്സോടുകൂടി നമ്മൾ, ഒരുമയോടുകൂടി നമ്മൾ മുന്നിട്ടിറങ്ങുകയാണ്. അതിന് SKN എന്ന് പറയപ്പെടുന്ന ഒരു നേതൃത്വം നമുക്ക് മുൻപിലുണ്ട്. അപ്പോൾ ആ നേതൃത്വത്തിന്റെ കീഴിൽ 24 നടത്തുന്ന യാത്രയിൽ അണിചേരുന്ന ആളുകളെ നമ്മൾ കണ്ടു. ഇത് മാത്രമല്ല, നമ്മൾ സംസ്ഥാനമൊട്ടാകെ സഞ്ചരിക്കുമ്പോൾ നിരവധി ആളുകളെ, സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളെ നമ്മൾ ഇതിന്റെ ഭാഗമാക്കും. അങ്ങനെ ഒരു പുതിയ കേരളം, അതല്ലെങ്കിൽ ലഹരിയെ പാടെ തള്ളുന്ന ഒരു പുതിയ കേരളം അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളുടെ യാത്ര. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഗൗരവമുള്ള ഉദ്ഘാടന പരിപാടി തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ അല്പസമയത്തിനുള്ളിൽ നടക്കും. അരുത് ലഹരി, അരുത് അക്രമം എന്ന മുദ്രാവാക്യവുമായാണ് SK നയിക്കുന്ന കേരള യാത്ര. 1 മാസം നീണ്ടു നിൽക്കുന്ന യാത്ര. ആ യാത്രയുടെ മുന്നോടിയായുള്ള വാഹന ജാഥ അതിപ്പോൾ ടാഗോർ തിയേറ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയാണ് കേരള യാത്രയുടെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം ഉദ്ഘാടനം നടക്കും.
ഇതിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരായ ഒട്ടേറെ പേർ പങ്കെടുക്കും. കൂടാതെ അമ്മമാരുണ്ടാകും. മാതൃവന്ദനം എന്ന ചടങ്ങ് 100 അമ്മമാർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. നമ്മളുടെ യാത്ര ലഹരിക്കും അക്രമത്തിനും എതിരായുള്ളതാണ്. ഒരു സാമൂഹിക പ്രതിബദ്ധതയോടെ ഏത് തരത്തിലേക്കാണ് മാധ്യമം പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമായി കൂടി മാറുകയാണ്. ആർ ശ്രീകണ്ഠൻ നായർ എന്ന 24ന്റെ ചീഫ് എഡിറ്റർ മാധ്യമ മേഖലയിൽ 40 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി. ആഘോഷങ്ങളില്ലാതെ ഒരു അവബോധ പരിപാടിയിലേക്ക്, ബോധവത്കരണ പരിപാടിയിലേക്ക്, ലഹരിക്കെതിരായ, അക്രമത്തിനെതിരായ ബോധവത്കരണ പരിപാടിയിലേക്ക് 24 കടന്നിരിക്കുകയാണ്. ഒരു മാധ്യമം പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നു എങ്ങനെയാണ് എന്നത് ഒരിക്കൽ കൂടി 24 തെളിയിക്കുകയാണ്. ടാഗോർ തിയേറ്ററിലേക്ക് വാഹന റാലി എത്തിച്ചേർന്നിരിക്കുന്നു. അവിടെയാണ് ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനകം നടക്കാനിരിക്കുന്നത്.